അപ്പൊ നിങ്ങളിപ്പോ നേരെ വരുന്നത് അമ്മയുടെ ഓഫീസിൽ നിന്നാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് അവിടെ പോയില്ല, ഇന്നലെ അവിടെ ഉണ്ടായി. വലിയ പൊസിഷൻ അല്ലേ ഇപ്പൊ, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി. എന്തായാലും പ്രസിഡന്റിന്റെ താഴെയല്ലേ? അല്ല പ്രസിഡന്റ് മിക്കവാറും നല്ല ഷൂട്ടിംഗ് തിരക്കായിരിക്കുമല്ലോ. അപ്പൊ വൈസ് പ്രസിഡന്റ് തകർക്കും. അല്ല, തീർച്ചയായിട്ടും വെല്ലുവിളികളുള്ള ഒരു പോസ്റ്റാണ്. ഇലക്ഷനിലൂടെ ജയിച്ചു വന്നാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഒപ്പിച്ച്? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ഒരു കാര്യം പറയാം. ഞാൻ ഈ വോട്ടിങ്ങിന് മുൻപ് ഞാൻ ഒരു പാട്ട് പാടി എല്ലാവരോടും പറഞ്ഞു ഇതൊരു ക്യാൻവാസിംഗ് അല്ല, ഞാൻ ഒരു പാട്ട് പാടുകയാണെന്ന് പറഞ്ഞ് ശ്രുതിയിൽ നിന്ന് ഉയരും നാദശലഭങ്ങളെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പൊ പാട്ട് പാടി എല്ലാവരും പാടും, അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത രീതിയിലൊക്കെ പാടി. അപ്പൊ എല്ലാവരും കൈയടിച്ചു. അപ്പൊ മോഹൻ ജോസ് എന്റെ അടുത്ത് പറഞ്ഞു, ജഗദീഷേ വോട്ട് പിടിക്കാൻ വേണ്ടിയല്ലേ പാടിയത്? ഞാൻ പറഞ്ഞു അതെ. എങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഒരു 2-3 വോട്ട് പോകാൻ സാധ്യതയുണ്ട് ഈ പാട്ടിന്റെ പേരിൽ. അത്രയ്ക്ക് മോശമായി എന്ന് പറഞ്ഞ ആൾക്കാര് ഓരോ രീതിയിലാണ് എടുക്കുന്നത്. ചിലർ എന്റെ പാട്ട് സ്വീകരിക്കുന്നവരുണ്ട്, ചിലർ പറയാം അയ്യോ പാടരുതേ പ്ലീസ് എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ നിങ്ങൾ എവിടെയും പാടും. അതെ, നാട്ടുകാർക്ക് പാടാവുന്നത് നിങ്ങളുടെ പ്രശ്നം. ഒരു ആഗ്രഹ പാട്ടുകാരനാണ്. അപ്പോ പുതിയ തലമുറയ്ക്ക് ഒരു എൻട്രി കൊടുക്കാൻ അമ്മയിൽ തീരുമാനം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രസിഡന്റ് നിങ്ങൾ പ്രായമുള്ളവർ തന്നെ കയറിയിരുന്നല്ലോ. നമ്മൾ കയറി ഇരിക്കേണ്ടി വന്നതാണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ യുവതലമുറയിലെ തന്നെ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഇവര് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇരുന്നാ മതി, ലാലേട്ടൻ ഇരുന്നാ മതി, ജഗദീഷ് ഏട്ടൻ ഇരുന്നാ മതി. മോഹൻലാലിന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മാറി നിൽക്കാൻ തയ്യാറായിരുന്നു, അദ്ദേഹം മാറി നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇവരെല്ലാം പറഞ്ഞു അല്ല ഈ ടീം തുടരണം. അപ്പൊ ബാബു ഉറപ്പായിട്ടും മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ സിദ്ദിഖ ആയിക്കോട്ടെ എന്ന് അവർ തന്നെ അങ്ങനെ കൂടുതൽ പേര് നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഞങ്ങളൊക്കെ വീണ്ടും വന്നത്. അതല്ലാതെ അധികാരമോഹമൊന്നുമില്ല. പക്ഷേ ഏറ്റെടുത്ത സ്ഥിതിക്ക് നല്ല രീതിയിൽ. ഇടവേള ബാബു അതിനിടയ്ക്ക് ഒരു വ്യക്തി സംഭാഷണത്തില് എന്നോട് പറയായിരുന്നു, 25 കൊല്ലമായി അമ്മയുടെ സെക്രട്ടറി ആയിട്ട്, ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കാര്യമായിട്ട് പടമൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു അതിഥി തൊഴിലാളിയുടെ കൂട്ട് പണിയെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതേ അവസ്ഥ വൈസ് പ്രസിഡന്റ് ഉണ്ടാവൂ? അല്ല, ഒരു രഹസ്യം ഞാൻ ഈ ഫ്ലവേഴ്സിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോകും. രഹസ്യമായിരിക്കും. അതെ, രഹസ്യമായിരിക്കണം. ഞാൻ ബാബുവിന്റെ അടുത്ത് ചോദിച്ചു, ബാബു ഇനി ഒരു വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അത് പുള്ളിയുടെ അനുവാദം ഇല്ലെങ്കിൽ ഞാൻ പറയാണ്. പുള്ളി പറഞ്ഞു ചിലപ്പോ നാളെ ഒരു ലിവിങ് ടുഗദർ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇത്, 100% സത്യമാണ്. ഇടവേള ബാബു ലിവിങ് ടുഗദറിലേക്ക്. ബ്രേക്കിംഗ് ന്യൂസ്. ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഇത് ക്രിയേറ്റഡ് അല്ല, വാർത്ത ക്രിയേറ്റ് ചെയ്തല്ല, എന്റെ അടുത്ത് പറഞ്ഞതാണ്. മാത്രമല്ല അതുകൊണ്ടാണോ പുള്ളി കഥാന്ത്യത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഒരു പുസ്തകമൊക്കെ എഴുതിയെന്ന് പറഞ്ഞു. അതെ, പുസ്തകമൊക്കെ എഴുതിയിട്ട് ഈ ലിവിങ് ടുഗദർ ആരാണ് അതിന് അതൊക്കെ സസ്പെൻസ് ആണ്. വേണമെങ്കിൽ ഈ ഷോയിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ ആദ്യത്തെ ചോദ്യം ഇതായിക്കോട്ടെ. ഒരു ക്ലൂ ചോദിക്കട്ടെ, സിനിമ നടിയായിരിക്കൂ? അല്ല, അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സാധാരണ ചുഴിഞ്ഞു ചോദിക്കുമല്ലോ. ഇല്ല, ഞാൻ ചോദിച്ചില്ല. അത്രയും വാർത്ത കേട്ടപ്പോ തന്നെ ഒരു വാർത്ത കിട്ടിയപ്പോ തന്നെ സന്തോഷമായി. അത് ആരെന്നൊക്കെ ചോദിച്ച്, അല്ല നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു അപ്പോഴേ സ്റ്റൈലില് അല്ലേ? മുളയിലെ നുള്ളി കളയണ്ട, അതങ്ങ് വളരട്ടെ. ആരാണെങ്കിലും ആ ഭാഗ്യവതി ഇതേപോലെ ഭാഗ്യവാനാണെന്ന് കാലം തെളിയിക്കട്ടെ. അല്ലേ, ലെറ്റ് ദം ലിവ് ടുഗദർ. ഇനിയെങ്കിലും ഇത്തിരി വൈകിയെങ്കിലും സംഭവം തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ബ്രേക്ക് ചെയ്യാം. എറണാകുളത്ത് ഫ്ലാറ്റ് ഒക്കെ എടുത്തു പുള്ളി. എനിക്ക് തോന്നുന്നത് പുള്ളി അതായിരിക്കും, അല്ലെങ്കിൽ അമ്മ വിട്ട് ഇടവേള ബാബുവിനൊരു കളിയില്ലല്ലോ. അതെ, എന്തോ ഉദ്ദേശിച്ചിട്ടാണ് ഒഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ലിവിങ് ടുഗദർ എന്നുള്ള ഒരു സംഭവം ഞാൻ ജനറൽ ബോഡിയിൽ പോലും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറയുന്നത് ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോർ. താങ്ക് യു ഫോർ ദ ബ്രേക്കിംഗ് ന്യൂസ്. റിയൽ ജേർണലിസ്റ്റ്. താങ്ക് യു. അത് വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാധാരണ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, EMS, AK ഗോപാലൻ, AKG, അതേപോലെ ശ്രീകണ്ഠൻ നായർ SK എന്നറിയപ്പെടുമ്പോ ഒരു ഉള്ളിൽ ഒരു കുളിരില്ലേ? സത്യം പറയണം, രാവിലെ എഴുതിയ ഒരു കുളിരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ മഹാന്മാർക്കാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ജേർണലിസത്തിൽ നിന്നും വന്ന ഒരാൾക്ക്, ഒരു മഹാന് SK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുമ്പോ തീർച്ചയായിട്ടും ഉള്ളിലൊരു സന്തോഷം. നമുക്ക് നെഞ്ചാമൂടി മൊത്തം കുളിർന്ന് കയറുന്ന. ആദ്യം ആരാണ് ഈ SK എന്ന പേര് വിളിച്ചത്? ഇതിനകത്ത് ഒരു കുഴപ്പം തരുമോ ജനീഷി? ഈ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഈ വർഗീയത കൂടി വരുന്ന കാലമാണല്ലോ. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജാതി ആദ്യം അന്വേഷിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പേര് ചുരുക്കം നല്ലതായിരിക്കും. അപ്പൊ ആരോ ഒരാള് എന്നോട് ചോദിച്ചു, ഒരു റിപ്പോർട്ടിങ് നിൽക്കുമ്പോൾ ഒരു 10-21 വയസ്സ് മാത്രം പ്രായമുള്ള ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. SK എന്ന് വിളിച്ചോളൂ. അപ്പൊ അത് സാറിന് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാര്യം അതിനകത്ത് സാറും കുട്ടിയൊന്നുമില്ല, അത് നമ്മുടെ കോളേജില് അല്ലേ? രണ്ടുപേരും അധ്യാപകരാണ്. കേരളവർമ്മ കോളേജില്, ഞാൻ MG കോളേജ്, കോമേഴ്സ്, മലയാളം. ഞാൻ ചോദിക്കട്ടെ, ഒരു രഹസ്യം ചോദിക്കട്ടെ, എന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. നമ്മൾ പഠിപ്പിച്ച ആരെങ്കിലും നന്നായോ? ഒരുപാട് പേര് നന്നായിട്ടുണ്ട്. ഒന്നും വേണ്ട, നിങ്ങളുടെ ഈ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർ ആയിട്ടുള്ള AV അനൂപ് ഉണ്ടല്ലോ, മെഡിമിക്സ്, നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിരുന്നു? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ എത്രയോ പേര്, ഞാൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു വിദ്യാർത്ഥിയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്,
സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. MG കോളേജില് മട്ടന്നൂർ പഠിപ്പിച്ചിട്ടുണ്ട്, നിലമേലില് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ നിലവിലും പഠിപ്പിച്ചല്ലേ? നിലമേലും ഉണ്ടായിരുന്നു, മഞ്ചേരിയിലും കുറച്ച് നാളുണ്ടായിരുന്നു. പഠിപ്പിച്ചു. എല്ലാം എത്ര കാലം പിന്നിട്ടു ഒരു അധ്യാപകനായിട്ട്? ഒരു 7 വർഷത്തോളം. ആദ്യത്തെ കുറച്ച് നാള് അധ്യാപനവും അഭിനയവും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടു നടന്നിരുന്നു. ആ പണി കൊള്ളായിരുന്നു അതോ പിള്ളേർ പറഞ്ഞു? അല്ല, ഇഷ്ടമാണ് ഈ അധ്യാപനം എന്നുള്ള കാര്യം. അറിയാലോ, SK അറിയാലോ, അത് നമുക്ക് എന്നും ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നിപ്പോ ജേർണലിസ്റ്റ് രംഗത്ത് ഇപ്പോ ഒരു നല്ല രീതിയിൽ വിരാജിക്കുമ്പോ ആ അധ്യാപകൻ എന്നുള്ള ഓർമ്മ എന്തായിരുന്നാലും തീർച്ചയായിട്ടും. മാത്രമല്ല നമുക്കിങ്ങനെ വാതോരാതെ പറയാൻ പറ്റും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അതെ, വേറൊരു കാര്യം പറയാം. SK പഠിപ്പിച്ച ആള് മന്ത്രി ആയിട്ടില്ലേ? പിന്നെ ആരാണ്? കെ രാധാകൃഷ്ണൻ മന്ത്രി. എന്നാല് ഞാൻ പഠിപ്പിച്ച ആള് മന്ത്രിയായിട്ടുണ്ട്. ദാറ്റ് ഈസ് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് ഞാൻ MCOM ക്ലാസ് എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ രണ്ടുപേരും ഈക്വൽ 1-1. നിങ്ങൾ MCOM ഫസ്റ്റ് റാങ്ക് അല്ലേ? അതെ. സിനിമയിൽ ഈ റാങ്ക് കൊണ്ട് ഗുണമുണ്ടായോ? സിനിമയിൽ എവിടെ ചെല്ലുമ്പോഴും ഒരു ചെറിയ റെസ്പെക്ട് കിട്ടും. നമ്മൾ ആദ്യകാലങ്ങൾ കൈകാര്യം ചെയ്ത മുഴുവൻ കോമഡി ആണല്ലോ. അപ്പൊ കോമഡി എന്ന് പറയുമ്പോ എക്സ്ക്യൂസ് മീ, ഇത് അപ്പക്കുട്ടൻ, ഇങ്ങനെയൊക്കെ പോകാൻ നേരത്ത് അതിന് ഹാക്കോൽ അവിടെ ഇല്ലല്ലോ ചായ എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഒരു കോമഡിയാണ് കൂടുതലായിട്ടും, ജഗദീഷ് കോമഡി. അവിടെ ഒരു സൈഡിൽ കൂടെ ഈ കുട്ടികൾ വന്ന് ജഗദീഷ് അപ്പുക്കുട്ടൻ എന്നൊക്കെ പറയാൻ നേരത്തെ രക്ഷകർത്താക്കൾ പറയും, ജഗദീഷ് എന്ന് പറയരുത്, ജഗദീഷ് സാർ എന്ന് പറയണം, അല്ലെങ്കിൽ അങ്കിൾ പ്രൊഫസർ ആയിരുന്നു എന്ന് പറയുമ്പോ ഒരു ചെറിയ റെസ്പെക്ട്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അപ്പൊ എന്നോട് ചോദിച്ചില്ല SK ഒരു കുളിരു വന്ന് കുളിരു അപ്പൊ പ്രൊഫസർ? തീർച്ചയായിട്ടും അതിന്റെ കുളിർന്നു. അത് ഇപ്പോഴും ഇന്നും അധ്യാപകനായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, അധ്യാപകനാണ്. കുടുംബ പരമ്പരയായിട്ട് അച്ഛൻ അതെ, അധ്യാപക കുടുംബമാണ്. എന്റെ സഹോദരി നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ പ്രൊഫസർ ശാന്താദേവി NSS വിമൻസ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. പിന്നെ ഈ അധ്യാപകന്റെ ട്രേറ്റ് അനുസരിച്ചാണ് SK കേരള വർമ്മ കോളേജിൽ ക്ലാസ് എടുത്തതിന്റെ ആ ഒരു ദിവസങ്ങളുടെയൊക്കെ ഊർജ്ജത്തിലാണ് ഇന്ന് രാവിലെ 7 മണിക്ക് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നാട്ടിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വർദ്ധിത വീര്യത്തോടെ, വർദ്ധിത ഊർജ്ജത്തോടെ നമ്മൾ ഒരുമിച്ച് 7 മണി മുതൽ 10 മണി വരെ ഒരു യാത്ര തുടരുകയാണ്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് തുടരുന്നതിന്റെ ആ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അധ്യാപകനായിരിക്കുമ്പോൾ കിട്ടിയതിന്റെ ഊർജ്ജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എതിർക്കാൻ അങ്ങനെ കഴിയില്ല. അതാ അത്താക്കളി. ഹലോ, എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കുറച്ചു ദിവസം എനിക്ക് അവധി എടുക്കേണ്ടി വന്നാലും കാലടിയിലേക്ക് ഒരു ഫോൺ ചെന്നാൽ തീർച്ചയായിട്ടും PB ജഗദീഷ് കുമാർ MCOM ഫസ്റ്റ് റാങ്ക് അങ്ങ് ലൈനിലുണ്ടാവും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, നമ്മൾ അത് കാണുന്നതാണ്. ഇതിന്റെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് വിശേഷിപ്പിക്കാം. ഞാനിതിപ്പോ 1 കോടി കിട്ടാൻ വേണ്ടി സോപ്പിടാണെന്ന് വിചാരിക്കരുത്. ട്രെൻഡ് സെറ്റർ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം തരും. എന്നെ സൂചിപ്പിച്ചു തന്നല്ലേ? അല്ല, സൂചിപ്പിക്കല്ല. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് തമാശയുടെ ഇടയിൽ ചില ഫാക്ട്സ് കൂടെ അവതരിപ്പിക്കണം. ഈ പ്രഭാത പരിപാടി എന്നുള്ളത് ഈ രീതിയിലുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നത് SK ആണ്. കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഞാൻ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആങ്കേഴ്സിന് പലർക്കും ഉള്ളിൽ ചെറിയ വിഷമമുണ്ട്. എന്തെന്നറിയാം, അതുവരെ ഇരുന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് SK കോപ്പി അടിച്ച് എല്ലാവരും നിൽക്കാൻ തുടങ്ങി. ഇന്നും മുണ്ടെടുത്തു. അതെ. അപ്പൊ ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, ഒരു ട്രെൻഡ് കൊണ്ടുവരിക, അത് കോമൺ ആവുക. അതിപ്പോ നമ്മളാണ് എടുത്തത്, നമ്മുടെ ബുദ്ധിയാണെന്ന് SK ഒരിക്കലും പറയാറില്ല. എന്നാൽ പോലും നമുക്ക് കാണുമ്പോൾ അതെ, ഏതെങ്കിലും ഒരു പരിപാടി നമ്മൾ അനുകരിക്കാതെ നമ്മളെ ആരെങ്കിലും അനുകരിക്കുമ്പോഴാണ് നമ്മളിൽ ഒരു പ്രത്യേക ഇൻഡിവിജ്വാലിറ്റി, ഒരു യുണീക്ക് ആയിട്ടുള്ള എലിമെന്റ് വരുന്നത്. ആ എലിമെന്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.